പുതിയൊരു നൂറ്റാണ്ടിനെ നിർമ്മിക്കാനുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് വലിയൊരു ചുവടുകൂടി മുന്നോട്ട് വെക്കുകയാണ്. അറിവിൻ്റെ നവ ഉത്ഥാനങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സമസ്ത എന്നും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളോട് ചേർന്ന് നിന്നതായി കാണാം. ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകത, അത് ആധുനികതയുടെ അച്ചടിയോ നവോത്ഥാന മുന്നേറ്റങ്ങളോ കൊണ്ടുവന്ന പെട്ടെന്നുള്ള ഒരു ശ്രമമോ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമോ ആയിരുന്നില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിർമ്മിച്ച നോളജ് ഹബ്ബ് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പ്രചരിക്കുകയും അതിൻ്റെ തുടർച്ചയായി കേരളത്തിലേക്ക് ആ വിജ്ഞാനം എത്തുകയും എല്ലാ കാലത്തും നവോത്ഥാനങ്ങൾ രൂപപ്പെടുകയും ഉണ്ടായി എന്ന് നമുക്ക് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം. അങ്ങനെ ആ ചരിത്രം സമസ്തയിലൂടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പിലേക്ക് കടക്കുകയാണ്. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഏകജാലക സംവിധാനത്തിലൂടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം കുതിക്കുന്ന വലിയൊരു വിഭാഗം കുട്ടികൾക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുകയാണ്. പുതിയ ഏകജാലക സംവിധാനത്തെ പരിചയപ്പെടുത്താനും അതിൻ്റെ വിശേഷങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും പങ്കുവെക്കാനും ജാമിയത്തുൽ ഹിന്ദ് റെക്ടർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി ഉസ്താദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്താദ്, ഈ ജാമിയത്തുൽ ഹിന്ദിന്റെ ഈ ഒരു പുതിയ ചുവടുവെപ്പിനെ നമ്മൾ നോക്കുമ്പോൾ സമസ്ത രൂപപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ സ്വഹാബാക്കളിലൂടെ രൂപപ്പെട്ടു വന്ന ആ ഇസ്ലാമിക വൈജ്ഞാനിക പ്രസരണത്തിന്റെ ഒരു തുടർച്ചയായി തന്നെ നമുക്കതിനെ വായിക്കാമല്ലേ? തീർച്ചയായിട്ടും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷവും അതിനു മുമ്പും ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 1850 എടുത്തു നോക്കിയാൽ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും വളരെ വലിയ തിരിച്ചടി ഉണ്ടായൊരു സമയമാണ്. മുഗളന്മാരുടെ ഭരണത്തെ ബ്രിട്ടീഷുകാരെ അസ്തമിപ്പിച്ചു. മുഗളന്മാരെ അസ്തമിച്ചു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ വലിയ ഒരു ക്രൂര മനസ്സ് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് ഉലമാ ചെയ്ത പ്രധാന ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം, അവർ രാജ്യവ്യാപകമായിട്ട് മതസ്ഥാപനങ്ങളും സമാനമായ സ്ഥാപനങ്ങളും തുടങ്ങി എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ ഇന്ന് കാണുന്ന പല കോളേജുകളും അക്കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ദാറുൽ ഉലൂമുകൾ. നമ്മുടെ കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരൊക്കെ പോയി പഠിച്ചിരുന്ന ബാക്കിയാത്തു സ്വാലിഹാത്ത് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ അക്കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അപ്പം അവിടുന്ന് മുതൽ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പണ്ഡിതന്മാർ മുന്നിൽ നിന്ന് നയിച്ചത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതാത് കാലത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തജ്ദീദ് നടത്തി അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത് ദർസുകൾക്ക് വളരെ വലിയ പ്രാമുഖ്യമുണ്ടായിരുന്നു. ദർസുകൾ മുന്നോട്ട് പോയി. പിന്നീട് അറബിക് കോളേജുകൾ വന്നു, ശരീഅത്ത് കോളേജുകൾ വന്നു, ദഅവാ കോളേജുകൾ വന്നു. സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടി. പോപ്പുലേഷൻ കൂടുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എണ്ണം കൂടി. ജനങ്ങൾക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം വന്നു. കാരണം സാമൂഹ്യ ചുറ്റുപാടൊക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ മതം പഠിക്കലാണ് അതിൽ ഒരു പരിഹാരം എന്നുള്ളൊരു ബോധം വന്നു. അപ്പോൾ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതിയിലൂടെ പോകുന്നത് അപകടകരമായേക്കാം എന്നുള്ള ഒരു ചിന്ത സമസ്തയെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ആ സംവിധാനം വന്നു. ജാമിയത്തുൽ ഹിന്ദ് സമസ്തയുടെ നിർദ്ദേശപ്രകാരം ഓരോ വർഷവും അല്ലെങ്കിൽ കാലങ്ങൾ ഇങ്ങനെ പിന്നിടുന്നിടത്തോളം പുതിയ കാര്യങ്ങൾ നടപ്പാക്കി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഉത്ഥാനം, ഈ ഇസ്ലാമിക വൈജ്ഞാനിക പ്രസരണത്തിൻ്റെ ഈ പുത്തനുണർവ് പരിശോധിക്കുമ്പോൾ ശരിക്കും ഒരു മതപരമായ വൈജ്ഞാനികമായ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ അത് നാടുകളുടെ ഒരു പുനർനിർമ്മിതിയും നാടുകളുടെ ഒരു ഉത്ഥാനം കൂടിയായിരുന്നു എന്ന് നമുക്ക് അത് മനസ്സിലാക്കും. ഇപ്പോൾ ചില മുന്നേറ്റങ്ങൾ നോക്കുമ്പോൾ ചില വ്യക്തികളുടെ പേരിൽ, ഇപ്പോൾ ഖാദിരിയ മൂവ്മെൻ്റ് ഒരു നല്ല ഉദാഹരണമാണ്. അതുപോലെ ഒരുപാട് വ്യക്തികളുടെ പേരിൽ തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. അതേസമയം അത് നാടുകളുടെ വലിയ ഉത്ഥാനവുമായിരുന്നു.
അപ്പോൾ ശരിക്കും ഈ സമസ്തയുടെ ജാമിയത്തിൽ നിന്ന് എത്തി നിൽക്കുന്ന ഈ വിപ്ലവകരമായ മുന്നേറ്റങ്ങളുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ അവിടെ MA ഉസ്താദിൻ്റെയും AP ഉസ്താദിൻ്റെയൊക്കെ ധിഷണയും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ വലിയ രൂപത്തിൽ അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഉത്ഥാനങ്ങളെ, ഈ മുന്നേറ്റങ്ങളെ ഉസ്താദുമാർ നിർമ്മിച്ച ആ സ്വപ്നങ്ങളുടെ കൂടി ഒരു തുടർച്ചയായി വായിക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ മതപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പ്രൈമറി മതവിദ്യാഭ്യാസം, അതിൻ്റെ മേലോട്ടുള്ള ഹയർ സ്റ്റഡീസ്. ഈ നിങ്ങൾ 2 ഉസ്താദുമാരുടെ പേരാണ് ഇവിടെ പരാമർശിച്ചത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇതിനെ വർഗീകരിച്ചതും. ഈ പ്രൈമറി എഡ്യൂക്കേഷനിൽ നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഇത് വികസിച്ച് പന്തലിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം അത് ബഹുമാനപ്പെട്ട MA ഉസ്താദാണ്. അതേസമയം ഹയർ എഡ്യൂക്കേഷൻ രീതിയിൽ വളരെ വലിയൊരു വിപ്ലവം കൊണ്ടുവന്ന ഒരു മഹാനായ ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതെൻ്റെ അഭിപ്രായം അനുസരിച്ച് എന്നല്ല, കേരളത്തിൽ ആരും സമ്മതിക്കും, അത് AP ഉസ്താദുമാണ്. കാരണം പിന്നെ ഒരു മർക്കസ് ഉണ്ടാക്കി എന്നുള്ളതല്ല നമ്മൾ ഇതിൽ കണ്ട്, മർക്കസ് മോഡലുകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. 100 കണക്കിന് സ്ഥാപനങ്ങൾ മർക്കസിനെ കണ്ടിട്ടാണ് വളർന്നതും അജണ്ടകൾ രൂപീകരിച്ചതും പിന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട രീതിശാസ്ത്രം പണിതതും. മർക്കസിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇന്നും ലോകത്ത് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതം പഠിക്കാൻ കുട്ടികൾ ഫീസ് അടയ്ക്കേണ്ട ഒരു സംവിധാനം, ഈവൻ പള്ളി ദർസിലാണെങ്കിൽ പോലും ഫീസ് അടയ്ക്കേണ്ട ഒരു സംവിധാനമാണുള്ളത്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇനി ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ കേരളത്തിൽ പ്രശസ്തമായ അറേബ്യൻ നാടുകളിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും കുട്ടികൾ അങ്ങോട്ട് ഫീസ് അടിച്ച് പഠിക്കലാണ് പൊതുവേ ഉള്ളത്. സ്കോളർഷിപ്പുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉസ്താദ് ദർസ് ചൊല്ലിക്കൊടുത്ത് അവരടുത്തുനിന്ന് പിന്നെ എന്തെങ്കിലും ഫീസ് വാങ്ങല്ല ചെയ്തത്. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പുതിയ ഒരു രീതിയാണിത്. മതപഠന രംഗത്ത് ഒരു പുതിയ രീതിയാണിത്. പഴയ കാലത്ത് നാട്ടുകാരെ ഏറ്റെടുത്തൊക്കെയായിരുന്നു. അത് മദീന ആ ഒരു മോഡലാണെന്ന് പറയാം. പക്ഷെ ആ മോഡൽ ഇക്കാലഘട്ടത്തിൽ അതിലേറെ നല്ല മോഡൽ കുട്ടികളുടെ സമയം ലാഭിക്കാനും പിന്നെ മറ്റു ഒരുപാട് അതിൻ്റെ ബെനഫിറ്റുകൾ കണ്ട് ഉസ്താദ് ഒരു പുതിയ മോഡൽ സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ചെറിയ ചെറിയ മോഡലുകൾ അതിന് മുമ്പ് തന്നെ ഉണ്ടാവാം. പക്ഷേ ഒരു മൂവ്മെൻറ്റ് എന്നുള്ള നിലക്ക് ഒരു മർക്കസ് മൂവ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജാമിയത്തുൽ ഹിന്ദ് എന്നുള്ളത്, ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും ഉസ്താദിനെയും പ്രസ്ഥാനത്തിനെയും അംഗീകരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഒരു കോമൺ ഫ്രെയിം വർക്ക് ഉണ്ടാകുകയും ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുകയും എല്ലാം വളരെ ഉന്നതമായ രീതിയിൽ നടക്കണം എന്നുള്ള ഒരു ശക്തമായൊരു ആഗ്രഹം, അത് ഈ ഉസ്താദുമാരുടെ വളരെ വലിയൊരു സ്വപ്നമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു മനുഷ്യന് കിട്ടേണ്ട മൗലികമായൊരു അവകാശമായി തന്നെയാണ് ഭരണഘടനയും നമ്മുടെ നിയമങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നൊരു വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിക്കുമ്പോൾ ഉസ്താദ്, ഇതൊരു മതപഠനം എന്നതിനോടൊപ്പം തന്നെ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന, ഇപ്പോൾ നമ്മൾ സാങ്കേതികപരമായി ഭാഷാപരമായി ഒരു വിദ്യാർത്ഥിയെ രൂപപ്പെടുത്താൻ, അവൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ സൗജന്യമായി ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വേറെ എവിടെയും ഇല്ലാത്ത സൗജന്യമായി നല്ല അധ്യാപകർ നൽകുന്നു, നല്ല ഭാഷാ പഠനങ്ങൾ നൽകുന്നു, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള അധ്യാപകരും സംവിധാനങ്ങളും നൽകുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ എന്ന ഒരു വലിയൊരു തലമുറയുടെ 10,000ങ്ങളുടെ ഒരു വലിയ ആഗ്രഹത്തെ സൗജന്യമായി, അതൊരു സമൂഹത്തിൻ്റെ നിർമ്മിതി കൂടിയാണല്ലോ, ഒരു പുതിയ നവോത്ഥാന നിർമ്മിതി കൂടിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ആ ഒരു വിദ്യാഭ്യാസത്തെ കൂടി ഉസ്താദിൻ്റെ ഈ മുന്നേറ്റങ്ങളുടെ ഭാഗമായി കാണണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ പരിസരത്തുള്ള ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഈ പിന്നെ അവസരങ്ങളെ വിലയിരുത്തുമ്പോൾ ലോകത്ത് ആരും അസൂയപ്പെട്ടു പോകുന്ന ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ജാമിയത്തുൽ അസർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അറിയാതെ എൻ്റെ നാവിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പദം അറിയാതെ വന്നുപോയി. ഒരുപക്ഷെ അതിൻ്റെ അറബി പദം അറിയാത്തതുകൊണ്ടാണ്.
അപ്പോൾ അങ്ങനെ വന്നു പോയപ്പോൾ അവിടെയുള്ള പ്രൊഫസർക്കും അല്ലെങ്കിൽ ഉസ്താദിനും പിന്നെ അവിടുത്തെ പഠിക്കാൻ വന്ന കുട്ടികൾക്കും ഒക്കെ വലിയ അത്ഭുതമായിപ്പോയി എനിക്ക് ഇംഗ്ലീഷ് അറിയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതാണ് ലോകത്തിൻ്റെ ഒരു അവസ്ഥ. മതം പഠിക്കുന്നവർക്ക് മറ്റുള്ള ഭാഷകൾ അറിയില്ല, സയൻസ് അറിയില്ല, ടെക്നോളജി അറിയില്ല, സോഷ്യൽ സയൻസ് അറിയില്ല, ഹ്യൂമാനിറ്റീസ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ കേരളത്തിലെ മതവിദ്യാർത്ഥികളോ ഒരു 90% ഇപ്പോൾ ഇറങ്ങുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ലോകത്ത് എന്താവണോ അതാവാം എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടിക്ക് മതപണ്ഡിതനാവണം, എന്നാൽ അവന് ലോകം അറിയുന്ന മതപണ്ഡിതനാവാം, ഭൗതിക പണ്ഡിതനാവാം, എന്നാൽ എത്തിക്സ് പൂർണ്ണമായിട്ടും പാലിച്ച ഒരു ഭൗതിക പണ്ഡിതനാവാം. ഇപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, പുതിയ റീസെൻറ്റ് ട്രെൻഡ് എന്താണ് ഭൗതിക വിദ്യാഭ്യാസത്തിൽ? എത്തിക്സ് വേണം എന്നിങ്ങനെ പറഞ്ഞെടുക്കുക. എല്ലാ മെഡിക്കൽ എത്തിക്സ്, എൻജിനീയറിങ് എത്തിക്സ്, മാനേജ്മെൻറ്റ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ്, ഇങ്ങനെ മുഴുവൻ കോഴ്സുകൾ എത്തിക്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇത് കൂട്ടേണ്ടി വന്നു? കാലം പഴയതുപോലല്ല എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എത്തിക്സിന് എത്ര എതിർക്കുന്നവർ പോലും എത്തിക്സ് പഠിച്ചേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക വിദ്യാഭ്യാസത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം അവർ ഭൗതികമായിട്ട് ഉയരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉമ്മത്തിനൊക്കെ അത് ഉപകാരപ്പെടുന്നതോടൊപ്പം അവർക്ക് നല്ലൊരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ വിദ്യാഭ്യാസവും കൂടി അവർക്ക് കിട്ടുന്നു. അവർക്ക് ലോകത്തിൻ്റെ ഒരു വലിയ വിജ്ഞാന പ്രസരണത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കപ്പെടുന്നു. ഒരുപക്ഷെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ, പഴയ കാലത്താണെങ്കിൽ ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ വിജ്ഞാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടൊരു ഭാഷയാണ് അറബി. 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്നും ഓരോ ദിവസവും പ്രസിദ്ധീകരിക്കപ്പെടുന്ന, ഗവേഷണം നടക്കപ്പെടുന്ന ഒരു ഭാഷയാണ് അറബി. അതിലേക്കുള്ള ഒരു വാതിൽ തുറക്കപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി സമ്മിശ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ബുദ്ധിയുള്ള രക്ഷിതാക്കളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ വഴിക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കോളേജുകളിലേക്ക് കുട്ടികൾ വരുന്നത്? രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ഉസ്താദ് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ റിസൾട്ടുകളെ കൂടി നമ്മളിപ്പോൾ ജാമിയത്തുൽ ഹിന്ദ് ഇതൊരു തുടക്കമല്ല, അനേകം വർഷങ്ങളുടെ ഒരു പാരമ്പര്യവും ജാമിയത്തുൽ ഹിന്ദിന് 15ഓളം വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഉസ്താദിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു സ്വപ്നം ഈ നിലയ്ക്ക് സമൂഹത്തിന് ആവശ്യമുള്ള ഒരു വലിയൊരു സമൂഹത്തെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ റിസൾട്ടുകൾ കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ആ റിസൾട്ടുകളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത് കൂടി ഒരു പ്രധാനമാണല്ലോ സാർ. ഇപ്പോൾ ലോ കോളേജ് ആണെങ്കിലും അതുപോലെ നമ്മുടെ എല്ലാ വലിയ ഒരു തലമുറ, പഠിച്ചിറങ്ങിയ തലമുറ വിദേശ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ എല്ലാ രംഗത്തും, സയൻസ് രംഗത്തും മറ്റ് എല്ലാ മേഖലകളിലും അവരുണ്ട് എന്നത് ഉസ്താദ് മുൻകൂട്ടി കണ്ട അതിൻ്റെ ഒരു പ്രതിഫലം. അതാണ് ഉസ്താദിൻ്റെ ദിഷണ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചു, ലോകത്തെവിടെയും ഇല്ലാത്തൊരു വിപ്ലവം സൃഷ്ടിച്ചു. അതോടൊപ്പം ഒരു കുട്ടിക്ക് എന്താവണോ അവിടെ എത്താം. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇന്നാലിന്ന കോഴ്സ് ചെയ്യണോ? അത് നമ്മൾ ഈ ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിലുള്ള 300 ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും ഇന്ന് സാധ്യമാണ്. അതൊരു പക്ഷേ നമ്മളെ നാട്ടിലുള്ള മറ്റെത്ര ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയല്ലേ. നിങ്ങൾക്ക് ലോകത്ത് ഏത് കോഴ്സ് ചെയ്യണോ, ഏത് പ്രൊഫഷൻ എടുക്കണോ, അതിനൊക്കെ സാധ്യമാണ്. സിവിൽ സർവീസ് വേണോ, സിവിൽ സർവീസ് കൊടുക്കുന്ന ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഏറ്റവും ഹയർ സ്റ്റഡീസ് എന്ന് വിചാരിക്കുന്ന PhD എടുക്കണോ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകളിലേക്ക് പോകണോ എങ്കിൽ അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ റിസൾട്ടുകൾ ഇഷ്ടം പോലെ ഓരോ ദിവസവും നമ്മൾ കാണുകയല്ലേ, എല്ലാ ദിവസവും കാണുന്നു. ഇപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്ന് നെറ്റിൻ്റെ റിസൾട്ട് വരുന്നു, JRFൻ്റെ റിസൾട്ട് വരുന്നു, സിവിൽ സർവീസ് വരുന്നു, പിന്നെ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്നു. ഇത് വളരെ പോപ്പുലറൈസ് ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിലെ എലൈറ്റ് ക്ലാസ്സിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുടുംബത്തിൽ വരുന്ന ഒരു കുട്ടിക്ക് പഴയ കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള അധികാരം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലായിരുന്നു. ഇപ്പം അതൊരു വാർത്തയല്ലാതായി. അതൊരു വാർത്തയല്ല എന്നല്ല, ഏത് കുട്ടിക്കും അവൻ്റെ വാപ്പ ഒരു പക്ഷേ 2ാം ക്ലാസ് വിദ്യാഭ്യാസമോ 4ാം ക്ലാസ് വിദ്യാഭ്യാസം, ഉമ്മാക്കും അത്രേ ഉണ്ടാവും. ജീവിതത്തിൽ നെറ്റ് എന്താ, JRF എന്താ,
സിവിൽ സർവീസ് എന്താ ഒന്നും അവർക്ക് അറിയില്ല. ജില്ലാ കളക്ടർ മാത്രമേ അറിയലുണ്ടാവും, അതിൻ്റെ മേലേക്കുള്ള തസ്തികകളൊന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് പോലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നാൽ അവന് വിചാരിച്ച ഒരു ഇടത്തിലേക്ക് വളരാൻ വളരെ സുഗമമായ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ജാമിയത്തുൽ ഹിന്ദിലേക്ക് വരാൻ പോകുന്നു. ജാമിയത്തുൽ നമ്മളൊരു പഴയ ഇപ്പോൾ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ 13-ാം നൂറ്റാണ്ടിൽ തന്നെ വിദേശത്ത് നിന്നുള്ള പണ്ഡിതർ ഇവിടെ വന്ന് ദർസ് നടത്തിയിരുന്നതും സ്ഥാപനങ്ങൾ നിർമ്മിച്ചതും സ്കോളർഷിപ്പ് കൊടുത്ത് വിദ്യാർത്ഥികളെ ഏഴിമലയിൽ ഒരു 100 കണക്കിന് വിദ്യാർത്ഥികളും വിദേശ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അത് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് തന്നെ അന്ന് പഠിപ്പിച്ചിരുന്നു എന്നുള്ള അത് അദ്ദേഹം ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജാമിയത്തുൽ ഹിന്ദും ഇപ്പോൾ ഇതിൻ്റെ PhD കോഴ്സുകൾ വരുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ഈ സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു സ്വപ്നം അവരുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിയും ജാമിയത്തുൽ ഹിന്ദിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ഒരു സ്വപ്നം ഉണ്ടാവും. പക്ഷെ ജാമിയത്തുൽ ഹിന്ദിനൊരു സ്വപ്നം ഉണ്ടാവില്ല, ഈ വിദ്യാർത്ഥി എവിടെ എത്തണം എന്നുള്ളത്. ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്വപ്നം ഓരോ വിദ്യാർത്ഥിയും ലോകോത്തര പണ്ഡിതന്മാരായിട്ട് പണ്ഡിത പ്രതിഭകളായിട്ട് മാറണം എന്നുള്ളത്. ഓരോരുത്തർക്കും ഭൗതികമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ എന്താവണം, അതാവണം. അതോടൊപ്പം ലോകത്തെ നിയന്ത്രിക്കുന്ന കേരളത്തിലല്ല, മലയാളികളല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ആവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാവണം. ലോകത്ത് ഇന്ന് വ്യത്യസ്ത തരം പണ്ഡിതന്മാരുണ്ട്. പലരും നമ്മുടെ ആശയധാരയിലല്ല. ചിലർ ഈ ഇഖ്വാനി ആശയങ്ങളാണ്, ചിലർ ടെററിസ്റ്റ് മൂവ്മെൻറ്റ് അറിയാതെ തലയിൽ പിടിച്ചവരാണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ മുഴുവൻ മതങ്ങളെയും മുഴുവൻ മതത്തിൻ്റെ ആളുകളെയും മനുഷ്യരായി അംഗീകരിക്കുന്ന, അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുന്ന, സാമൂഹ്യ പ്രവർത്തനം ജീവിതത്തിൻ്റെ ശൈലിയായി മാറ്റിയ, ലോകത്തെ മൊത്തം ഒരേ കണ്ണുകൊണ്ട് വീക്ഷിക്കുന്ന, ലോകത്ത് എവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്ന പണ്ഡിതന്മാരായിട്ട് മാറുക എന്നുള്ളതാണ് ജാമിയത്തുൽ ഹിന്ദിൻ്റെ. ഓരോ കുട്ടിയും എന്താവണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിഷൻ അതാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവന് ഭൗതികമായിട്ട് ചില കാഴ്ചപ്പാടുണ്ടാവാം. എനിക്ക് ഇന്നാലിന്ന പോസ്റ്റ്, അപ്പോൾ ആ ഒരു ലെവലിലും അവനെത്തുക എന്നുള്ളത്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചർച്ചയുടെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം ജാമ്യത്തിൽ നിന്നൊരു ഒരു പുതിയ ചുവടുവെപ്പായ ഏകജാലക സംവിധാനത്തെ പറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകജാലക സംവിധാനം വരുമ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്, അല്ലെങ്കിൽ ആ മാറ്റം എന്താണ് എന്നുള്ളത്? ഈ ഏകജാലക സംവിധാനം പൂർണ്ണമായും പുതിയത് എന്നൊന്നും പറയാൻ പറ്റൂല. ഇതിൻ്റെ ചെറിയ ചെറിയ വേർഷൻസുകളൊക്കെ നടന്നിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ള ഏകജാലകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. കേരളത്തിന് പുറത്തും സമസ്തയെ അംഗീകരിച്ച് നമ്മൾ സിലബസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അതാണ് ഈ വർഷം മുതലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു രക്ഷിതാവിനും കുട്ടിക്കും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്ഥാപനത്തിൽ പോയി ഒന്ന് ഇൻ്റർവ്യൂ എഴുതുന്നു. ഒരു പക്ഷേ അവിടെ കിട്ടില്ല എന്നുള്ള ആശങ്ക ജനിക്കുന്നു. അപ്പോൾ അടുത്ത സ്ഥാപനത്തിലേക്ക് ഓടുന്നു. ഇങ്ങനെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ട ഒരു ദുരവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. അത് ഈ സംവിധാനം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യാനും മുഴുവൻ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരു ബോധം ലഭിക്കാനും, ഓരോ കുട്ടിൻ്റെയും കഴിവനുസരിച്ച് സ്ഥാപനങ്ങളെക്കുറിച്ചൊരു അവബോധം സ്വാഭാവികമായിട്ടും നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ആ നിലയ്ക്ക് ഏകജാലക പ്രവേശന സംവിധാനം എന്നുള്ളത് നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു പിന്നാമ്പുറം നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു മുന്നേറ്റം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെയും പരിചയപ്പെടാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസം സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്ത് അവർ സൈനപ്പ് ചെയ്ത് അവർക്ക് ഒരു പോർട്ടലുണ്ട്. ഏകജാലക പ്രവേശനം രക്ഷിതാവിനോ ആർക്കോ അവിടെ സൈൻ ചെയ്താൽ ഇതിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരു ബേസിക് ഇൻഫർമേഷൻ എല്ലാ സ്റ്റുഡൻസിനും കിട്ടും. അപ്പോൾ അങ്ങനെ, കാരണം അത് എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു പാരൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ജാമ്യ അല്ലെങ്കിൽ ഒരു സർവകലാശാല എന്നുള്ള നിലക്ക് ചില അടിസ്ഥാന കാര്യങ്ങളാണ് ജാമിയത്തുൽ ഹിന്ദ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഓരോ സ്ഥാപനങ്ങളും വ്യതിരക്തമാണ്.
അവിടെ ഉള്ള മാനേജ്മെൻറ്റിൻ്റെ വിഷൻ അതിനെ പ്രതിഫലിപ്പിക്കും. ഉസ്താദുമാരെ വിഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെറൈറ്റി വേണം. എല്ലാ സ്ഥാപനവും ഒരേ ആഡ് ഓൺ സർവീസുകളാണ്, കോച്ചിങ്ങുകളാണ്, എല്ലാം ഒരുപോലെയാണ്, അതിൽ അർത്ഥമല്ല. അപ്പോൾ ഓരോ സ്ഥാപനത്തിനും ചില വ്യതിരക്തതകളുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ടേസ്റ്റ് ഓരോന്നാണ്. അപ്പം അവരവരുടെ ടേസ്റ്റുകൾക്കനുസരിച്ച് സ്ഥാപനത്തെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടാൻ ഇതുകൊണ്ട് കഴിയും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കോഴ്സിലേക്ക് വന്നാൽ പിന്നെ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ അവർക്ക് ഏത് തലം വരെ പഠിക്കാൻ കഴിയും എന്നുള്ളതൊന്ന് ചുരുക്കി എന്ന് പറഞ്ഞാൽ. നമ്മൾ പിന്നെ ഇപ്പോൾ ഏകജാലക പ്രവേശനം 8ാം ക്ലാസ്സിലേക്കും 11ാം ക്ലാസ്സിലേക്കുമാണ്. എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞവർക്കും 10ാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞവർക്കും, SLC നമ്മൾ കേരളത്തിൽ പറയാം, അല്ലെങ്കിൽ 10th CBSE, വേറെ ഏത് സിലബസ് ആണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് +1 അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ 8 മുതൽ PhD വരെ, 11 മുതൽ PhD വരെ എന്നുള്ള, അല്ലെങ്കിൽ ഗവേഷണ പഠനം വരെ എന്നുള്ളതാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഡിഗ്രി വരെ ഉണ്ടാവുള്ളൂ, ചില സ്ഥാപനങ്ങളിൽ PG വരെ ഉണ്ടാവും, ചില സ്ഥാപനങ്ങളിൽ ഗവേഷണ കോഴ്സുകൾ ഉണ്ടാവും. ചില സ്ഥാപനങ്ങൾ ഗവേഷണ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ PGകൾക്കോ കേരളത്തിനും പുറത്തുള്ള മറ്റു സ്ഥാപനങ്ങളിലേക്ക് അവരെ നേരിട്ട് കൺട്രോളിൽ പറഞ്ഞയക്കും. ഇങ്ങനെ ഏതർത്ഥത്തിലും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് 8 മുതൽ അല്ലെങ്കിൽ 11 മുതൽ PhD വരെ എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഇപ്പോഴുള്ളൊരു ഇൻടേക്ക്. പക്ഷേ ഭാവിയിൽ ഡിഗ്രിയിലേക്കും PGയിലേക്കും മറ്റു കോഴ്സുകളിലേക്കുള്ള ഒക്കെ ഏകജാലക പ്രവേശനവും ഇൻടേക്കിനെ കുറിച്ചൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ മേഖലയിലേക്കും നമ്മൾ കടന്നു വരും. നമ്മൾ ജാമ്യത്തിൽ നിന്ന് ഈ ഒരു ഇതിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥി ഇപ്പം 300-ലധികം സ്ഥാപനങ്ങൾ ഉസ്താദ് പറഞ്ഞു. ഓരോന്നിൻ്റെയും ഇപ്പം പ്രാദേശികപരമായും മറ്റുമൊക്കെ ചിലപ്പോൾ ചില വിഷനുകളുടെ കുറവോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള ഒരു സ്ഥാപനങ്ങൾക്ക്, അപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ജാമ്യത്തിൽ നിന്നൊരു വിഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തണം, എങ്ങനെ നമുക്ക് മുന്നേറാം, നമുക്ക് ഒരുമിച്ച്, ഞാൻ അത് വായിച്ചിരുന്നു, നമുക്ക് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് എങ്ങനെ ഈ വിദ്യാർത്ഥിയെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഗോള പണ്ഡിതനാക്കാം എന്നുള്ളത്. അപ്പോൾ ഈ 8 മുതൽ PhD വരെ, +1 മുതൽ PhD വരെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ ജാമ്യത്തിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ചില വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ്. അതിന്റെ ചാൻസലർ റയീസുൽ ഉലമയാണ്, വൈസ് ചാൻസലർ സുൽത്താനുൽ ഉലമയാണ്, രജിസ്ട്രാർ ബഹുമാനപ്പെട്ട ബദ്രുസാദ തങ്ങൾ അവറുകളാണ്. അതുപോലെ ജാമിയത്തുൽ ഹിന്ദിന് സെനറ്റ് ഉണ്ട്, 60 അംഗ സെനറ്റ് ഉണ്ട്. കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, SYS, SSF തുടങ്ങിയ പ്രാസ്ഥാനികമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു സെനറ്റ് ഉണ്ട്. അതിൻ്റെ കീഴിൽ സിൻഡിക്കേറ്റ് ഉണ്ട്, 20 അംഗ സിൻഡിക്കേറ്റ്, 21 അംഗ സിൻഡിക്കേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു ബോഡി സൃഷ്ടിക്കുന്ന വളരെ വലിയൊരു വിഷനുണ്ട്. ആ വിഷൻ ഓരോ സ്ഥാപനത്തിലേക്കും ഇങ്ങനെ സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാപനത്തിനും അതിൻ്റെ ആ വലിയ ബെനിഫിറ്റ് കിട്ടും. മറ്റേത് ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ചെറിയ മാനേജ്മെന്റ് അവർ സാധ്യമാകുന്ന വളർച്ച അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരേ ബെനിഫിറ്റാണ്. എല്ലാവരുടെ സ്വപ്നങ്ങൾക്കും ഒരേ പ്രസക്തിയാണ്. ആർക്കും എന്ത് സ്വപ്നം ഉണ്ടെങ്കിലും അതിന് ഒരേ ലെവലിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ വളരെ വലിയൊരു ടീമിന്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അനുഭവസമ്പന്നരായ വലിയൊരു ടീമിന്റെ വിഷനിലൂടെ എല്ലാവരും വിദ്യാർത്ഥികൾ ഒരുമിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എല്ലാവരും ജാമിയത്തുൽ ഹിന്ദിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും നല്ല ആവേശത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ചിന്തകളും ചേരുന്നു. അപ്പോൾ ചെറിയ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിനും വലിയ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിനും ഒരേ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അതൊരു വലിയ കാര്യമാണ്. ഇനി പരീക്ഷയിലേക്ക് വരാം. അപ്പോൾ പരീക്ഷ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അതിന്റെ പരീക്ഷാ രീതി? ഏകജാലക പരീക്ഷ എങ്ങനെയാണെന്നുള്ളത് ഏകജാലക പരീക്ഷ, അതുപോലെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് അലോട്ട്മെന്റ്, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയൊക്കെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ വെബ്സൈറ്റ് www.jamiathulhind.com എന്നുള്ള വെബ്സൈറ്റിൽ
ഒരു പോപ്പപ്പ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു പോപ്പപ്പ് കാണും, സിംഗിൾ വിൻഡോ അഡ്മിഷൻ സിസ്റ്റം. അത് കഴിഞ്ഞാൽ ഗേറ്റ് ടു അഡ്മിഷൻ എന്നുണ്ടാവും. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, കന്നഡ ഭാഷ, 3 ഭാഷയിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പരീക്ഷയെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. 75% സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും. 25% റിലീജിയസ് ഇസ്ലാമിക് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രാസ്ഥാനിക ചോദ്യങ്ങളുമായിരിക്കും. പിന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും രാവിലെ 10 മുതൽ, അല്ലെങ്കിൽ ടൈമിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതൊക്കെ പിന്നെ കുട്ടികളെ അറിയിക്കും. ഉച്ചയ്ക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിലും പ്രധാനമായിട്ട് ഇത് PGക്കും PhDക്കും ഉള്ള ഇൻ്റർവ്യൂ അല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് അറബി വായിക്കാൻ അറിയുന്നുണ്ടോ, പിന്നെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നുണ്ടോ, മലയാളം അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷ വായിക്കാൻ അറിയുന്നുണ്ടോ, പിന്നെ പഠിക്കാൻ എത്രമാത്രം കമ്മിറ്റഡ് ആണ്, പിന്നെ എന്തെല്ലാം ചെറിയ ചെറിയ കഴിവുകൾ കുട്ടികൾക്ക് ഇക്കാലഘട്ടത്തിന്, ആ കഴിവുകളൊക്കെ എന്തൊക്കെയാണ്, പ്രസംഗിക്കാനോ പാടാനോ എഴുതാനോ ഒക്കെ കഴിവുണ്ടോ, സർഗാത്മക വാസന ഉണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ 2 പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പരീക്ഷയാണ് ഉണ്ടായത്. പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഒരു പ്രത്യേകമായ ആഗ്രഹമാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് എത്തിക്സ്, മതം പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ട് നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ അവനൊരു പക്ഷേ സമൂഹത്തിന് വലിയ വിപത്തായി മാറും. ആ വിപത്ത് നമ്മൾ സൃഷ്ടിക്കരുത്. അതുകൊണ്ട് നിലവിൽ സീറ്റ് പരിമിതമാണ് എന്ന് വെക്കുക, എങ്കിൽ അഡീഷണൽ സീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ പ്രസ്ഥാനം സന്നദ്ധമാണ്. കാരണം നമ്മളെ പ്രസ്ഥാനം അത്രമാത്രം വിശാലമാണല്ലോ. അപ്പോൾ അത് വരുന്ന എല്ലാ കുട്ടികളെയും ഇൻഷാ അല്ലാഹ് ഉൾക്കൊള്ളും. ഈ പഠനം കഴിഞ്ഞ ഇപ്പോൾ ജാമ്യത്തിൽ നിന്ന് പുതിയ ഗവേഷണ വിദ്യാർത്ഥികളെ ക്ഷണിച്ചു എന്നുള്ള പരസ്യം കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയാം. അത് വളരെ നല്ല ചോദ്യമായി. പിന്നെ ഇത് ചോദിക്കുന്നവർ വളരെ കുറവാണ്. എനിക്ക് വിദ്യാർത്ഥികളോട് ആദ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഏത് തരം വിദ്യാർത്ഥികളോട്, അവസരങ്ങളെക്കുറിച്ച് കാണുമ്പോൾ വിശദമായിട്ട് അന്വേഷിക്കണം. ഏത് അവസരം കാണുമ്പോൾ, ഇപ്പോൾ ലോകത്ത് എവിടെ ആവട്ടെ, നമ്മളെ മുന്നിൽ ഈ പോസ്റ്റർ കണ്ടു നോക്കുക, ഒരു അവസരം, എന്താണത് പഠിക്കണം എങ്കിൽ നമുക്ക് വിഷൻ ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ കോഴ്സും നമ്മൾ പോയി പഠിക്കേണ്ടതില്ല, പഠിക്കാൻ കഴിയൂല, നമ്മളെ മക്കളെയും പഠിപ്പിക്കാൻ കഴിയൂല, ഒക്കെ ശരിയാണ്. ഒരു പക്ഷെ നമ്മളെ സുഹൃത്തുക്കളും ഒരു ഏർപ്പെടില്ല. പക്ഷെ നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്ന കൊലപാതക കേസുകളും റേപ്പിങ്ങും മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്ന കോഴ്സുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും എൻട്രൻസ് എക്സാമുകളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധം വേണം. ഒരു പക്ഷേ നമ്മൾ ഈ പോസ്റ്ററിന് അത് കിട്ടൂല, പേര് മാത്രമേ ഉണ്ടാവൂ. കിട്ടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ആ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എങ്കിലേ കുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവൂ. അമേരിക്കയെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലോകത്ത് ഇത്തരം കോഴ്സുകളൊക്കെ ഉണ്ട് എന്നൊരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവുമ്പോഴേ വിദ്യാർത്ഥി എനിക്കത് പഠിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ 5000 രൂപ ഏറ്റവും മിനിമം ഫെലോഷിപ്പ് വെച്ച ഒരു കോഴ്സാണത്. മുത്തവ്വൽ അഥവാ PG പഠനം, മതരംഗത്ത് PG പഠനം കഴിഞ്ഞ ഏത് കുട്ടിക്കും അപേക്ഷിക്കാം. അത് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിന്നെ 2 സെമസ്റ്ററാണ്. ആദ്യ സെമസ്റ്ററിൽ റിഗറസ് കോഴ്സ് വർക്കാണ്. കോഴ്സ് വർക്ക് പറഞ്ഞാൽ അതിൽ 18 പേപ്പറുകൾ ഉണ്ടാവും. അപ്പോൾ നഹ്വ്, സർഫ്, മന്തിക്ക്, മആനി എല്ലാം, പിന്നെ ഫിഖ് തന്നെ 4 തരമായിട്ട്, അക്കീദ തന്നെ, പിന്നെ ഇലാഹിയാത്തും സമ്മിയാത്തും, ഇങ്ങനെ വ്യത്യസ്ത തരങ്ങൾ. അതുപോലെ ആധുനികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഇസ്ലാമിൻ്റെ സമീപനം, ഇസ്ലാമിക് ഫിലോസഫി. ഇപ്പോൾ ഫൽസഫ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷറഉൽ ഖായിദ്, ജമുൽ ജവാമി തുടങ്ങിയ എല്ലാ കിതാബ് എടുത്ത് നോക്കിയാലും പഴയകാല ഫൽസഫൻ്റെ ഒരു ഭയങ്കര സ്വാധീനം കാണും. കാരണം അന്നത്തെ കാലത്ത് ആ ഫൽസഫ വെച്ചിട്ടാണ് ഇസ്ലാമിലെ പല കാര്യങ്ങളെയും എതിർത്തത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫി വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര ശക്തമായ എതിർപ്പ്. അപ്പോൾ ഇതിന് ഇന്നത്തെ കാലത്ത് നല്ലൊരു ഇൻ്റഗ്രേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ മോഡേൺ ഫിലോസഫി പഠിക്കണം, ഇസ്ലാമിക് ഫിലോസഫി പഠിക്കണം, ഇസ്ലാമിക് സബ്ജക്റ്റുകൾ പഠിക്കണം, എന്നിട്ട് ഈ ഇൻ്റഗ്രേഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ 18 ടോപ്പിക്കായിട്ട് തരംതിരിച്ച് ഓരോ ടോപ്പിക്കിലും ഒരാഴ്ചയിൽ പിന്നെ 2-3 പീരീഡ് വെച്ച് ഉള്ള റിഗറസ് കോഴ്സ് വർക്കാണ് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ കോഴ്സ് വർക്കിൻ്റെ ഡെപ്ത് നമ്മൾ കുറക്കുന്നു, പക്ഷേ തിസീസ് സബ്മിറ്റ് ചെയ്യണം. 150ഓളം പേജ് വരുന്ന തിസീസ്. അപ്പോൾ ലാപ്ടോപ്പ് നിർബന്ധമാണ്, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന ഫെസിലിറ്റീസ് വേണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഫസ്റ്റ്
ഫസ്റ്റ് മന്ത് കിട്ടുന്ന ഫെലോഷിപ്പ് 5000 ആയിരിക്കും. പിന്നെ സ്കോളർഷിപ്പ് കമ്മിറ്റി അത് വാല്യൂ ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് ഈ കുട്ടിക്ക് അഡീഷണൽ എമൗണ്ട് പാസ്സാക്കണം എന്ന് ഇടുന്നുണ്ടെങ്കിൽ, എന്തിനെന്ന് വെച്ചാൽ PG കഴിഞ്ഞ് വരുന്ന കുട്ടികളല്ലേ, വലിയ കുട്ടികളല്ലേ, അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുണ്ടാവാം, വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഫെലോഷിപ്പ് എമൗണ്ടിലേക്ക് നമ്മൾ പോകും. ഏതർത്ഥത്തിലും ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, ലോകത്ത് ഇപ്പോൾ ഇസ്ലാമിക രംഗത്ത് ഇഷ്ടംപോലെ ഫെലോഷിപ്പുകളുണ്ട്, റിസർച്ച് കോഴ്സുകളുണ്ട്. പക്ഷേ ഈ കോഴ്സ് പൂർണ്ണമായിട്ടും വ്യതിരക്തമായിരിക്കും. കേരളത്തെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കോഴ്സാണ് എന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി ഭൗതിക രംഗത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് PhD ചെയ്യൽ വളരെ എളുപ്പമായിരിക്കും. കാരണം റിസർച്ച് മെത്തഡോളജി ഈ കുട്ടി പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ആധുനികമായിട്ട് ഇസ്ലാമിനെതിരെ വരുന്ന മുഴുവൻ വെല്ലുവിളികളെയും വളരെ സുന്ദരമായിട്ട് നേരിടാനുള്ള ഒരു പക്വത വളരെ വൃത്തിയിൽ കോഴ്സ് പഠിച്ചൊരു കുട്ടിക്കുണ്ടാവും. അതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. 2ാം ഘട്ടം ഇൻ്റർവ്യൂ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഓരോ വ്യത്യസ്ത സ്ഥാപനങ്ങളും നൽകുന്ന കോഴ്സുകൾക്ക് വൈവിധ്യമുണ്ട്. പ്രാദേശികമായും അവർ നൽകുന്ന സംവിധാനങ്ങൾ അനുസരിച്ചുമൊക്കെ വൈവിധ്യങ്ങളുണ്ട്, സംവിധാനങ്ങളും വ്യത്യാസമാണ്. അപ്പോൾ തീർച്ചയായും ഒരു വിദ്യാർത്ഥി ഒരു പുതിയൊരു ചുവടുവെപ്പ് നടത്താണ്. ഒരു 8ാം ക്ലാസ്സിലേക്ക് ഒരു ഇനി PhD വരെയുള്ളൊരു യാത്രയാണല്ലോ. അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ആ വെബ്സൈറ്റിലും ജാമ്യത്തുൽ ഹിന്ദ് പുറപ്പെടുവിച്ച പിന്നെ അഡ്മിഷൻ ഗൈഡിലും ഒക്കെ നന്നായി ഒരു പഠനം നടത്തി വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം. ഈ ഏകജാലക പ്രവേശനം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന ശീലത്തിലുള്ള ഒരു ഏകജാലക പ്രവേശനം തന്നെയാണ് ജാമിയത്തുൽ ഹിന്ദും സംഘടിപ്പിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുട്ടി പിന്നെ അവൻ്റെ പേരും SLC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ടുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒരു മൊബൈൽ OTP എന്ന് പറഞ്ഞാൽ വാട്സപ്പ് OTP വെരിഫിക്കേഷനും വെച്ച് അവർ സൈനപ്പ് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ കയറിയാൽ പിന്നെ രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ, അപ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ളതൊക്കെ പോർട്ടലിൽ വരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സമയത്തും അറിയേണ്ടതൊക്കെ ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. SSFൻ്റെ സാഹിത്യോത്സവത്തിൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, IAME കലോത്സവങ്ങളിൽ കിട്ടിയിട്ടുണ്ടോ, സ്കൂൾ കലോത്സവങ്ങളിൽ, എല്ലാത്തിലുമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മതപരമായിട്ട് ന്യായീകരിക്കാൻ പറ്റുന്ന മത്സരങ്ങളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പോൾ അതിനൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. കാരണം ഇതിനൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ചെറിയൊരു ഫീ ഉണ്ട്. ആ ഫീ ഓൺലൈൻ വഴിയായിട്ട് പേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് എക്സാമാണ്. അപ്പോൾ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് സ്വാഭാവികമായിട്ട് ഈ പോർട്ടൽ വഴി കുട്ടിക്ക് കിട്ടും. ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പരീക്ഷാ സെൻറ്ററിൽ വന്ന് പരീക്ഷ എഴുതിയാൽ മതി. പരീക്ഷ എഴുതിയാൽ ഈ ഗ്രേസ് മാർക്കും അതുപോലെ ഈ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കും മറ്റു മാർക്കുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കുട്ടി 10 സ്ഥാപനങ്ങൾ ഒരു കുട്ടി പ്രിഫർ ചെയ്യണം. അത് നിർബന്ധമാണ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് അപ്ലിക്കേഷന് സമയത്ത് തന്നെ പ്രിഫർ ചെയ്യണം. അത് കുട്ടി പഠിക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടി പഠിക്കണം. പിന്നെ അവന് ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥാപനം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ അതൊരു ബുദ്ധിപരമല്ലല്ലോ. അങ്ങനെ ഈ സെലക്ഷൻ അനുസരിച്ച് നമ്മൾ സീറ്റ് എല്ലാം സോഫ്റ്റ്വെയർ അനുസരിച്ച് മാനുവലായിട്ടല്ല ഒന്നും സീറ്റ് അലോട്ട് ചെയ്യുന്നു. അപ്പോൾ റാങ്കിലൊക്കെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ഈ 10 സ്ഥാപനം കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ കിട്ടിയ സ്ഥാപനം തന്നെ ഒരുപക്ഷെ റിജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരും, അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും. അതിൽ കിട്ടും. ഈ സ്പോട്ടിലും പങ്കെടുക്കാൻ കഴിയാതെ അസുഖമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഓഫീസ് വഴി പിന്നീട് ആവശ്യാനുസരണം അലോട്ട്മെൻറ്റ് അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ തീർത്തും വിദ്യാർത്ഥി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്, വിദ്യാർത്ഥി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണുള്ളത്. വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്കും കൂടുതൽ സുതാര്യമായി അവരുടെ വളരെ സുതാര്യമായിട്ട്
ഒരൊറ്റ പരീക്ഷാ സെൻറ്റർ തന്നെ മലപ്പുറം ജില്ലയിൽ 5 ഉണ്ട്, കോഴിക്കോട് ജില്ലയിൽ 4 ഉണ്ട്, കണ്ണൂരിൽ 2 ഉണ്ട്, കാസർഗോഡ് 2 ഉണ്ട്. ഇങ്ങനെ മലബാർ റീജിയണിലൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ മംഗലാപുരം, ബാംഗ്ലൂർ, കൊടക് ഇങ്ങനെ ഉണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ മൊത്തം ഉണ്ട്. സൗദിയിൽ 4 ഉണ്ട്, UAE 4 ഉണ്ട്, ഒമാനിൽ 4 ഉണ്ട്, കുവൈത്തിലും ഖത്തറിലും മലേഷ്യയിലും ബഹ്റൈനിലും ഒക്കെ ഉണ്ട്. ഇനി ഏതെങ്കിലും കുട്ടിക്ക് പിന്നെ വേറെ ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ എക്സാം സെൻറ്റർ വേണം, ഇങ്ങോട്ട് വരാൻ കഴിയൂല എന്ന് നമ്മൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ICF സന്നദ്ധമാണ്. കാരണം ലോകത്തുള്ള ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും നമ്മളെ പ്രസ്ഥാനത്തിന് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സെൻറ്റർ ഇടാൻ നമ്മൾ പര്യാപ്തമാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ താമസം എവിടെയാണോ അതിൻ്റെ അടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുന്നു, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുന്നു, കഴിയുന്നു. പിന്നെ അവൻ്റെ പോർട്ടലിൽ വരുന്നു, അവന് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ 10 സ്ഥാപനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതിൽ ഏത് സ്ഥാപനത്തിലാണ് റാങ്ക് അടിസ്ഥാനത്തിൽ കിട്ടിയത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവിടെ പോയിട്ട് നിശ്ചിത ഡേറ്റിൽ അഡ്മിഷൻ എടുക്കുന്നു, പഠനം തുടങ്ങുന്നു. വളരെ സുന്ദരമാണ്, സുതാര്യമാണ്, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നു. ഇനിയിപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ കാര്യങ്ങളെ സംസാരിച്ചു. അഡ്മിഷൻ ഗൈഡ് വിശാലമായി ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട്. അഡ്മിഷൻ ഗൈഡ് വിശദമായിട്ട് വരും. FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, നിരന്തരം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയങ്ങൾ അത് പ്രസിദ്ധീകരിക്കും. 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കും. സംഘടനാ സംവിധാനങ്ങൾ കേരള മുസ്ലിം ജമാഅത്തും SYSഉം SSFും ഒക്കെ വളരെ സജീവമായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. SSFിൻ്റെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവും. മുഅല്ലിമീൻ SJMൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് പഴയ കാലത്ത് അല്ലെങ്കിൽ ഈ പുതിയ കാലത്തും കുട്ടികൾ കഴിവില്ലാത്തത് കൊണ്ടല്ല കേടുവന്നത്, അല്ലെങ്കിൽ കഴിവില്ലാത്തത് കൊണ്ടല്ല ചെറുതായിപ്പോയത്. അവർക്ക് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പക്ഷേ കൃത്യമായിട്ട് അവർക്കൊരു സ്ഥാപനത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം ഇനി ഉണ്ടാവില്ല. ജാമിയത്തുൽ ഹിന്ദ് മുന്നോട്ട് വെക്കുന്ന ഈ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാൻ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു.